Good morning, students. ഇനി നമുക്ക് സോളിനോയിഡിനെ കുറിച്ച് പഠിക്കാം. Solenoid. A solenoid consists of a long wire wound in the form of a helix, where the neighboring turns are closely spaced. എന്താണ് ഒരു ഫോർമർ ഉണ്ടെന്ന് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ ഫോർമർ, പ്ലാസ്റ്റിക്കിൻ്റെയോ പേപ്പറിൻ്റെയോ കാർഡ്ബോർഡിൻ്റെയോ ഉണ്ടാക്കിയൊരു ഫോർമർ. ഈ ഫോർമറിൽ നമ്മൾ കവചിത കമ്പി അഥവാ ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റിയെടുക്കുന്നു. വൺ ഓവർ ദി അതർ ആയിട്ടല്ല, വൺ ആഫ്റ്റർ അതർ എന്ന രീതിയിൽ ഇതിനെ ചുറ്റിയെടുക്കുന്നു. ഇതിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബാർ മാഗ്നറ്റിന് ഇക്വലൻ്റ് ആയിട്ട്, ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളായിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ്. ഈ ബാർ മാഗ്നറ്റിന് ഇക്വലൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് തത്തുല്യമായിരിക്കും. നൈബറിംഗ് ടേൺസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. ഇതിനകത്തുള്ള അടുത്തടുത്തുള്ള രണ്ട് ടേണുകൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോന്നും സിംഗിൾ കണ്ടക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ സിംഗിൾ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലോക്ക് വൈസ് ആണെന്ന് കാണാൻ പറ്റും, ഇവിടെയും ക്ലോക്ക് വൈസ് ആണെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ രണ്ടും കൂടി ചേരുന്ന ഈ ഭാഗം നോക്കാം. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇൻ ബിറ്റ്വീൻ ദർ ഈസ് നോ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ഫീൽഡ് ബിറ്റ്വീൻ ദ ടു നൈബറിംഗ് ടേൺസ് വാനിഷസ് എന്ന് വെച്ചാൽ ഇല്ലാതാകുന്നു. ആൻഡ് ഫീൽഡ് അറ്റ് ദ ഇൻറ്റീരിയർ മിഡ് പോയിൻറ്റ് പി ഈസ് യൂണിഫോം. അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ രീതിയിലാണ്. ഇതിനകത്ത് പാരലായിട്ടായിരിക്കും ലൈൻസ് പോകുക. അറ്റ് ദ സെൻറ്റർ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി പാരലൽ. അപ്പോൾ ഈ ഒരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. എന്നാൽ എഡ്ജ് റീജിയനിൽ, ഈ ഓപ്പണിംഗ് റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈഡ് അപ്പാർട്ട് ചെയ്ത് കാണാൻ പറ്റും ലൈൻസിൽ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. ഒരു ഐഡിയൽ സോളിനോയിഡിന് പറയുന്നത് ഇങ്ങനെയാണ്. ഐഡിയൽ സോളിനോയിഡിനകത്ത് ഇത്രയും ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് അപ്രോച്ച് 0 എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. 0 മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സോളിനോയിഡിൻ്റെ അകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനകത്തുണ്ടാകുന്ന പി എന്ന പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ക്രോസ് സെക്ഷൻ ഇമാജിൻ ചെയ്യാം. അതായത് ഈ സോളിനോയിഡിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഈ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ വരച്ചിരിക്കുന്നതും. ഒരു സെമി സർക്കിളായിട്ടിവിടെ കട്ട് ചെയ്തിരിക്കും, പകുതി വെച്ച് കട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഓരോരോ ചെറിയ വരകളെന്ന് കാണിക്കുന്നത് ഓരോരോ ടേൺസുകളാണ്. ഇതും ചെമ്പുകമ്പിയുടെ ഓരോരോ ടേൺസിൻ്റെ എഡ്ജ് മാത്രമാണ് കാണുന്നത്. ഇനി നമുക്ക് ഒരു ആംപിയറിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ABCD എന്ന റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ആംപിയറിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യാം. ഇതൊരു സാങ്കല്പികമായ ലൂപ്പാണ്. ഈ ലൂപ്പിനകത്ത് ഓരോ പാർട്ടായിട്ട് തിരിച്ചാൽ AB എന്നൊരു പാർട്ട്, BC എന്നൊരു പാർട്ട്, CD എന്നൊരു പാർട്ട്, DA എന്നൊരു പാർട്ട്, ഇത് ഓരോ ഭാഗത്തും നമുക്ക് സെപ്പറേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡിലൊരു പാർട്ടുണ്ട്. അത് ഔട്ട്സൈഡ് ദ സോളിനോയിഡാണെന്ന് കാണാൻ പറ്റും. സോ നമുക്ക് ആംപിയർ സർക്യൂട്ട് തിയറം വഴി നമുക്കിങ്ങനെ 4 പാർട്ടായിട്ട് എഴുതാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ AB എന്ന റീജിയൻ നോക്കാം. AB B.dl. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ BC റീജിയൻ അഥവാ ഈ റീജിയന് വേണ്ടി മാത്രം നമുക്ക് B.dl എടുക്കാം. CD റീജിയന് വേണ്ടി ദറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ CD B.dl എടുക്കാം. പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DAക്ക് വേണ്ടിയും B.dl എടുക്കാം. അങ്ങനെ അതിൻ്റെ ടോട്ടാലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ ലൂപ്പിൻ്റെ B.dl ഇൻ്റഗ്രൽ B.dl എടുത്തതിന് തത്തുല്യമാണ്. ഇനി ഓരോ റീജിയൻ ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യണമെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെങ്കിൽ ആദ്യത്തെ നോക്കാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ AB, A തുടങ്ങി B വരെയുള്ള ഈ റീജിയൻ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ് ഡയറക്ഷനിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ടുവേഴ്സ് റൈറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ഒരു എലമെൻ്റൽ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻ്റൽ ലെങ്ത്തും സെയിം ഡയറക്ഷനിലാണെന്ന് കാണാൻ പറ്റും. സെയിം ഡയറക്ഷനിൽ. അപ്പോൾ ബിയുടെ ഡയറക്ഷൻ DLൻ്റെ ഡയറക്ഷൻ സെയിം ആണ്.
അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് 0ൻ്റെ വാല്യൂ 1 ആയിട്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ബി ബി ഡോട്ട് ഡി എൽ എന്നുള്ളത് ബി ഡി എൽ നമുക്ക് മാറ്റി എഴുതാം. ഇനിയും അതുപോലെ ഈ എ ബി റീജിയനിൽ എവിടെ ഡി എൽ ലെങ്ത് ഇമാജിൻ ചെയ്താലും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് നമുക്ക് വെളിയിലെടുക്കാം. സോ വി ആർ ടേക്കിംഗ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ ഡി എൽ 1 ഡി എൽ 2 ഡി എൽ 3 ഡി എൽ 4 അങ്ങനെ പല ഡി എൽ ആയിട്ടാണ് കാണണമെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി ആകത്തുക എല്ലാ ഡി എല്ലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എ ബി ലെങ്ത്ത് കിട്ടൂലേ? ഈ എ ബി ലെങ്ത്തിനെ നമ്മൾ ലെങ്ത്ത് എന്നുള്ള അർത്ഥത്തിൽ എൽ എന്നാണ് മാർക്ക് ചെയ്തത്. അതുപോലെ ഇതിനെ ബ്രെഡ്ത്ത് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് ബി ഇൻറ്റു എൽ. അപ്പോൾ ആദ്യത്തെ എ ബി റീജിയനിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റീജിയൻ നോക്കാം. സി ഡി റീജിയൻ. അപ്പോൾ സി ഡി റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ബി ഡി എൽ കോസ് 90 ഡിഗ്രി എന്ന് കാണാൻ പറ്റും. അതങ്ങനെ വരാൻ കാരണം ഇവിടെ ഒരു ഡി എൽ ലെങ്ത് ഇമാജിൻ ചെയ്താൽ ഡി എൽ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ അപ്പ് ഡയറക്ഷനാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ക്യാപിറ്റൽ ബീൻ്റെ ഡയറക്ഷൻ ഈ ദിശയാണ്. അപ്പോൾ ഇവർക്കിടയുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതാണ് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവർക്കിടയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ റീജിയനിൽ അങ്ങനെ കോസ് 90യുടെ വാല്യൂ 0 ആയിട്ട് അങ്ങനെ ആ ഐറ്റം അവിടെ പോയി. അപ്പോൾ അത് ഇല്ല. ഇനി അതുപോലെ തന്നെ സി ഡി റീജിയൻ നോക്കാം. സി ഡി റീജിയൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഭാഗം വരെയുള്ള ഭാഗമാണ്. പക്ഷേ ഇവിടെ എന്തില്ല, ഇത് ഔട്ട്സൈഡ് ദ സോളിനോയിഡാണ്. നമ്മൾ പറഞ്ഞു ഒരു ഐഡിയൽ സോളിനോയിഡിൻ്റെ ഇൻസൈഡ് മാത്രമേ ക്യാപിറ്റൽ ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയുള്ളൂ, ഔട്ട്സൈഡിൽ ഉണ്ടാകില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഇക്വേഷനിൽ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിൽ അത് 0 ആയിട്ട് പോകും. കാരണം ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഈ ടൈം തന്നെ 0 ആയി പോകും, ബി 0 ആയി പോകും. ഇനിയുള്ളത് ഒരു ഭാഗം കൂടിയാണ്, അതാണ് ഡി എ റീജിയൻ. ഇപ്പോൾ ഡി എ റീജിയനിൽ നമ്മളൊരു എലമെൻറ്റ് ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ ഡി എൽ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴും അവർക്കിടയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ബി ഡി എൽ കോസ് 90 എന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് 0 ആയി പോകും. കോസ് 90യുടെ വാല്യൂ 0 ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി ടേമുകളൊക്കെ 0 0 0 അങ്ങനെയായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ബി എൽ മാത്രം ബാക്കി ഉണ്ടാകും, 0 + 0 + 0. സോ ഫൈനലി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ദ ഹോൾ ആംപിയറിയൻ ലൂപ്പ്, ദിസ് ഹോൾ റെക്ടാങ്കുലർ ലൂപ്പ് ഈസ് ഈക്വൽ ടു ദ ഫൈനൽ ആൻസർ ഈസ് ബി ഇൻറ്റു എൽ എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ അത് ഒരു ഇക്വേഷനായിട്ട് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് എന്താണ്? ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ഐ എന്നാണ്. ഇവിടെ n ടേൺസ് ഉണ്ട്, ഒരു സോളിനോയിഡ് അല്ലേ. അപ്പോൾ അവിടെ n ടേൺസ്, ടോട്ടൽ നമ്പർ n ടേൺസ് ഉണ്ടെങ്കിൽ ni ദ നെറ്റ് കറൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ni എന്നെടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു μ0 ni/L എന്ന് കിട്ടും. ഇവിടെ n/L എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ നമ്പർ ബൈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് അത് നമുക്ക് സ്മോൾ ലെറ്റർ n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ബി ഈസ് ഈക്വൽ ടു μ0 ni. ഇതാണ് ഒരു സോളിനോയിഡിൻ്റെ ആക്സിസിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ദറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു μ0 ni.